നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സകലമാന കേരളം ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. വയനാട്ടിലിറങ്ങിയ ആളെക്കൊല്ലി ആനയെ പിടിക്കാൻ ഇന്നും ദൗത്യം തുടരും. കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിൽ ഡോക്ടർ അരുൺ സക്കറിയയും ദൗത്യത്തിന്റെ ഭാഗമാകും. കടുവയെ പിടികൂടാത്തതിലും പ്രതിഷേധം. വിജയവഴിയിൽ പത്തനംതിട്ടയിലെ കഫേ കുടുംബശ്രീ പ്രവർത്തകർ. 6 അംഗ സംഘത്തിന്റെ സംരംഭം വിജയം. വള്ളുവനാടിന് ആവേശമായി ചിനക്കത്തൂർ പൂരം. സാംസ്കാരിക പൈതൃകങ്ങളാൽ സമ്പന്നം. പൂരം ആഘോഷമാക്കാൻ ഒറ്റപ്പാലത്തുകാർ. പറിച്ചുമാറ്റി മറ്റൊരിടത്ത് നട്ടിട്ടും പൂവിട്ട് പയസ്വിനി. സുഗതകുമാരി നട്ട മാവ് കായ്ക്കുന്നതും കാത്ത് കാസർഗോഡ് അടുക്കത്ത് ബയൽ സ്കൂൾ. മാവ് മാറ്റി നട്ടത് ദേശീയപാത വികസനത്തിനായി. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള ബേലൂർ മക്നയ്ക്കായുള്ള തിരച്ചിൽ വിഫലമായി തുടരുകയാണ്. ബേലൂർ മക്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോട് കൂടിയുള്ള ഉദ്യോഗസ്ഥരെയും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. വയനാട് മാനന്തവാടിയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ പിടികൂടാനുള്ള ശ്രമം ഒരാഴ്ചയോളമായി തുടരുകയാണ്. ഉയർന്നു നിൽക്കുന്ന മുള്ളുപടർന്ന കുറ്റിക്കാടുകളും കൂടെയുള്ള മോഴയാനയുമാണ് ദൗത്യം ദുഷ്കരമാക്കുന്നത്. ഇടതൂർന്ന മരങ്ങൾ മൂലം ഡ്രോൺ പറത്താനാകാതിരുന്നതും പ്രതിസന്ധിയായി. അതിനിടെ ബേലൂർ മഖ്ന ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള 25 അംഗ വനപാലക സംഘം വയനാട്ടിലെത്തി. നേരത്തെ ബേലൂർ മഖ്നയെ കർണാടകയിൽ പിടികൂടിയപ്പോൾ ദൗത്യസംഘത്തിലുണ്ടായിരുന്നവരാണ് ഇപ്പോൾ വയനാട്ടിലെത്തിയത്. ദൗത്യത്തിനായി CCF റാങ്കിലുള്ള ഓഫീസറെ നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിലും തീരുമാനമായി. പ്രത്യേക അധികാരങ്ങളോടുകൂടിയ ഉദ്യോഗസ്ഥരെയും നിയമിക്കും. വയനാട്ടിൽ നിലവിലുള്ള RRT സംഘത്തോടൊപ്പം 2 പുതിയ RRT ടീമുകളെ നിയമിക്കാനും വയനാട് വനമേഖലയിലെ റിസോർട്ടുകളിൽ രാത്രി DJ പാർട്ടികൾ നിയന്ത്രിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 വയനാട്. കഴിഞ്ഞ 6 ദിവസമായി ബേലൂർ മക്നയ്ക്ക് പുറകെയാണ് വയനാട്ടിലെ RRT സംഘവും വനപാലകരും ഒക്കെ. പക്ഷേ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഏറ്റവും ഇന്നത്തെ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം ഡോക്ടർ അരുൺ സക്കറിയുടെ പേരാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, നേരത്തെ തന്നെ വളരെ വൈദഗ്ധ്യമുള്ള ആളാണ് മയക്കുവെടി വെക്കുന്നതിൽ. അദ്ദേഹം ഈ ടീമിനൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ. ഒപ്പം കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘം വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രതീക്ഷ. കാരണം ബേലൂർ മക്നയെ കർണാടകയിൽ നിന്ന് പിടികൂടിയതിൽ ഉള്ളവരെ, ആ ടീമിലുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്നയുടെ സ്വഭാവമൊക്കെ അറിയുന്നവരാണ് അക്കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഇന്ന് മക്നയെ മയക്കുവെടി വെക്കാനാകുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. മറ്റൊന്ന്, വയനാട് പുൽപ്പള്ളിയിൽ സുരഭിക്കവലിയിൽ കണ്ട കടുവ. ആ പേടി ഇപ്പോഴും അവരിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കടുവയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയൊന്നും എടുക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിട്ടയച്ചത്. വയനാടിനെ സംബന്ധിച്ച് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങുമ്പോൾ ആ വന്യജീവികളെ പിടിച്ച് വീണ്ടും കാട്ടിലേക്ക് തിരിച്ചയക്കുന്ന ആ പ്രവണത ഒഴിവാകണം. നിയമത്തിൽ തന്നെ വലിയ മാറ്റം വരണമെന്നാണ് അവിടെയുള്ളവരുടെ ആവശ്യം. പക്ഷേ അത് എത്രത്തോളം നിലവിലെ സാഹചര്യത്തിൽ നടപ്പിലാകുമെന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ ഇനി പോകുന്നത് ഒരു വിജയ കഥയിലേക്കാണ്, ഒരു കൂട്ടായ്മയുടെ വിജയത്തിലേക്കാണ്. സ്വയം സഹായ സംരംഭങ്ങൾ നടത്തി പരാജയപ്പെട്ടവരുടെ കഥകളൊക്കെ നമുക്കറിയാം, നമുക്ക് അടുത്തറിയുന്നവർ പോലും അങ്ങനെയുണ്ട്. എന്നാൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തി ജീവിത വിജയം നേടിയ പത്തനംതിട്ടയിലെ ഒരു കൂട്ടം വനിതകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. പത്തനംതിട്ട കഫേ കുടുംബശ്രീ പ്രവർത്തകരുടെ വിജയകഥ നമുക്ക് കേൾക്കാം. പുലർച്ചെ 6 പേർ തുടങ്ങുന്ന അധ്വാനത്തിലാണ് പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും തയ്യാറാക്കുന്നത്. തനി നാടൻ വിഭവങ്ങളാണ് ഊണിന്. കപ്പയും മീനും ബീഫും ചിക്കനുമാണ് പത്തനംതിട്ടയിലെ കഫേ കുടുംബശ്രീ ഹോട്ടലിലെ ഉച്ചയൂണിലെ പ്രധാന വിഭവങ്ങൾ. പ്രായ
പ്രായത്തിൽ മുതിർന്ന കൗസല്യയാണ് ഹോട്ടലിലെ പ്രധാന കുക്ക്. വൃത്തിയും രുചികരമായ ഭക്ഷണവും നൽകിയതോടെ 10 വർഷം മുൻപ് കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ച സംരംഭം ഇന്ന് വിജയത്തിലാണ്. ഹോട്ടൽ വിജയിച്ചതോടെ ഇവരുടെ ജീവിതവും വരുമാനവും മെച്ചപ്പെട്ടു. സാമ്പത്തികമായിട്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് പിന്നോക്കമായിരുന്നു. സാമ്പത്തികപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞങ്ങൾ ഒരുപാട് പിന്നോക്കം നിന്നിരുന്നു. വെച്ചാൽ അന്നന്ന് ഭർത്താവ് കൊണ്ടു തന്ന് കഴിയുന്ന ഒരിതിൽ ജീവിതത്തിൻ്റെ എല്ലാ ചിലവുകളും കൂടെ നുള്ളിമുറിച്ച് നമ്മൾ ചെയ്യുന്ന അതിൽ നിന്ന് നമ്മൾക്കൊരു വരുമാനമായപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് മുന്നോട്ട് മാറിയിട്ടുണ്ട്. അന്നത്തതിനെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയൊന്നും ഉണ്ടായെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അന്നന്ന് കഴിഞ്ഞു പോകുവാനും വളരെ സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള സാമ്പത്തികമൊക്കെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. മുൻപ് തൊഴിലുറപ്പ് ജോലികളും വീട്ടുജോലികളും ചെയ്ത് ഉപജീവനം നടത്തിയ വനിതകളാണ് ഹോട്ടൽ ആരംഭിച്ചത്. കൂട്ടായ അധ്വാനവും ആത്മവിശ്വാസവും ഹോട്ടൽ സംരംഭത്തെ വിജയത്തിലാക്കി. സ്ഥിരമായി ഭക്ഷണം കഴിക്കാനെത്തുന്നവരും ഇന്ന് ഇവരെ അഭിനന്ദിക്കുന്നു. ഞാൻ ഈ കുടുംബശ്രീയുടെ ഇവരുടെ ഈ ഹോട്ടൽ തുടങ്ങിയ ആ കാലം മുതൽ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ്. തുടർച്ചയായിട്ട് ഒന്നുമില്ലെങ്കിലും ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതിലേ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഭക്ഷണം. കാരണം ഇവിടെ പഴയ ഭക്ഷണങ്ങളൊന്നുമില്ല, അന്നന്ന് വെക്കുന്നു, ആ ഭക്ഷണം കഴിക്കുന്നു. അപ്പം നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. ഇനി ഇവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ രുചിയുള്ള ഭക്ഷണം ലഭിക്കുന്നതിനാൽ കഴിക്കാനെത്തുന്നവർക്കും സംതൃപ്തി. ഈ കുടുംബശ്രീയിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രധാന കാര്യം ഒന്നാമത് നീറ്റ് ആൻഡ് ക്ലീൻ, പിന്നെ മാന്യമായ പെരുമാറ്റം. അവരുടെ ചാർജ് മിതമായ ചാർജുമാണ്. ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് ഇതൊക്കെയല്ലേ, അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. ഹോട്ടൽ നടത്തിപ്പിലൂടെ ലഭിക്കുന്ന വരുമാനം തുല്യമായി എല്ലാവർക്കും ലഭിക്കുന്നു. സ്വന്തം കർമ്മമണ്ഡലത്തിൽ ജീവിത വിജയം നേടിയ ഈ കുടുംബശ്രീ പ്രവർത്തകർ മറ്റുള്ളവർക്ക് മാതൃകയാണ്. ശശിനാരായണൻ, ന്യൂസ് 18, പത്തനംതിട്ട. എന്തായാലും വളരെ വിജയത്തിൽ മുന്നോട്ട് പോവുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ പത്തനംതിട്ടയിലെ. നമുക്ക് ഏറ്റവും വേണ്ടത് ആ ചേട്ടൻ അതിൽ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഏറ്റവും വേണ്ടത് മിതമായ നിരക്കിൽ വൃത്തിയുള്ള പഴകിയതല്ലാത്ത ഭക്ഷണം എന്നുള്ളതാണ്. അത് അവർ കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം. അപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്നവർക്ക് ഇതൊരു മാതൃകയാണ്. ഈ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. നമുക്കിനി ഒരു പൂരക്കാഴ്ചയിലേക്ക് പോകാം. ചരിത്ര പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരക്കാഴ്ചയിലേക്ക്. ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ ആർപ്പുവിളിയിലാണ് കൊടിയേറ്റം നടന്നത്. വള്ളുവനാടൻ ഉത്സവകാലത്തിന് നിറപ്പകിട്ടായി 10ാം നാളാണ് പൂരം ആഘോഷിക്കുന്നത്. ആചാരപരമായി ഏറെ വൈവിധ്യങ്ങൾ ഉള്ള ചടങ്ങാണ് ചിനക്കത്തൂരിലെ കൊടിയേറ്റം. 7 ദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ കൊടിയേറ്റ നാൾ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടും. തട്ടകങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരെല്ലാം എത്തിയോ എന്ന് കോമരം വിളിച്ചു ചോദിക്കും. ആദ്യത്തെ 2 തവണ നിഷേധസ്വരം ഉയർത്തും. മൂന്നാമത്തെ ചോദ്യത്തിന് ആർപ്പുവിളികളോടെ മറുപടി നൽകിയാണ് കൊടിയേറ്റ ചടങ്ങ് നടക്കുക. ഒറ്റപ്പാലത്തുകാർക്ക് ഇനിയുള്ള ദിനങ്ങൾ ആവേശത്തിൻ്റെതാണ്. കൊടിയേറ്റത്തിന്റെ 10ാം നാൾ വർണ്ണാഭമായ പൂരം നടക്കും. ചിനക്കത്തൂരിലെ പൂരം സാംസ്കാരിക പൈതൃകമുള്ളതാണ്.
തട്ടിന്മേൽക്കൂത്തും ആനയും പഞ്ചവാദ്യവും പാണ്ടിമേളവുമെല്ലാം പൂരത്തെ വർണ്ണാഭമാക്കും. കൊടിയേറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രമുറ്റത്ത് തടിച്ചുകൂടും. ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൂരത്തെ കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. അങ്ങനെ ഉത്സവങ്ങളൊക്കെ പൊടി പൊടിക്കുകയാണ്. എല്ലാവരുടെയും വീടിനടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവമായിരിക്കും ഈ സമയങ്ങളിലെന്നറിയാം. എല്ലാവർക്കും ഉത്സവ ആശംസകൾ നേരുകയാണ്. നമ്മൾ ഇനിയും പോകുന്നത് പട്ടാമ്പിയിലെ വാടാനംകുറിശി മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ കാഴ്ചകളിലേക്കാണ്. പൂരം വർണ്ണാഭമായാണ് ആഘോഷിച്ചത് ഇത്തവണയും. വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ അണിനിരുന്ന എഴുന്നള്ളിപ്പ് ആവേശ കാഴ്ചയായി മാറി. ദീപാരാധനയ്ക്ക് ശേഷം വെടിക്കെട്ടുമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പൂരത്തിൽ പങ്കെടുത്തത്. വീണ്ടും പാലക്കാട് നിന്നുള്ള ഉത്സവ കാഴ്ചയാണ്. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടരുകയാണ്. ഈ മാസം 20 വരെയാണ് അവിടെ ഉത്സവം നടക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി കൈകൊട്ടിക്കളി, ഭരതനാട്യ കച്ചേരി എന്നിവ അരങ്ങേറി. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ആലപ്പുഴയിലെ ദ്വീപ് പഞ്ചായത്ത് പെരുമ്പളത്ത് പാലം യാഥാർത്ഥ്യമാവുകയാണ്. 4 വശവും കായലുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിനെ മറുകരയായ വടുതലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വിനോദസഞ്ചാരത്തിനടക്കം വലിയ തോതിൽ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 റിപ്പോർട്ടറാകുന്നത് ദലീമ ജോജോ MLA. ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പെരുമ്പളം പാലം. ഇടത് സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്ന്. കേരളത്തിൽ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളത്ത് നിർമ്മിക്കുന്നത്. പെരുമ്പളം എന്ന ദ്വീപ് പഞ്ചായത്തിനെ അരൂക്കുറ്റി പഞ്ചായത്തിലെ വടുതലയുമായാണ് പാലം ബന്ധിപ്പിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദ്വീപ് ജനതയ്ക്ക് ബോട്ടും ജങ്കാറും കാത്തു നിൽക്കേണ്ട അവസ്ഥ ഒഴിവാകും. ഈ ദ്വീപുവാസികൾക്ക് ആകെയുള്ള ആശ്രയം വള്ളവും ബോട്ടുകളും മാത്രമായിരുന്നു. ജങ്കാർ സർവീസും പിന്നീടുണ്ടായി. പക്ഷെ അവർക്ക് നിരന്തരം പട്ടണത്തിൽ വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണമെങ്കിലും അല്ല എന്ത് കാര്യത്തിനും പട്ടണവാസികളോട് ചേർത്ത് നിർത്തുവാൻ, അവരോട് അടുപ്പിച്ച് നിർത്തുവാൻ അവർക്കുള്ള ആശ്രയമാണ് ഈ പാലം. കേവലം 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഒരു പാലം വരുന്നത്. പക്ഷേ അവിടെയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ തന്നെയാണ് അവരുടെ സ്വപ്നങ്ങൾ. അവിടെ ഇത്രയും വർഷങ്ങൾ അവർ ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. മഴക്കാലമായാലും ഏത് കാലഘട്ടത്തിലും അവർക്ക് പട്ടണവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ പെരുമഴയത്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പുറത്ത് വരണമെങ്കിലും ഒക്കെ ഈ ചെറിയ വള്ളങ്ങളും നമ്മുടെ ബോട്ടുകളും ജങ്കാർ സർവീസുകളും, ഇപ്പോഴാണ് ജങ്കാർ സർവീസ്, ഞാൻ മുന്നേയും പറഞ്ഞു ജങ്കാർ സർവീസ് വന്നത്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് ഈ പാലമാണ്. നഗരത്തിൽ എളുപ്പത്തിലെത്താം. 10,000-ൽ താഴെ ജനസംഖ്യയുള്ള പെരുമ്പളം ദ്വീപിലേക്ക് 100 കോടി രൂപ മുതൽ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രകൃതി രമണീയതയാൽ സമ്പന്നമായ പെരുമ്പളത്തേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തും. ഇത് പഞ്ചായത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും. മത്സ്യമേഖലയിൽ ജോലിയെടുക്കുന്നവർക്കും പദ്ധതി ഗുണകരമാകും. 1140 മീറ്ററാണ് പാലത്തിന്റെ നീളം. ദേശീയ ജലപാത കടന്നു പോകുന്നതിനാൽ പാലത്തിന്റെ മധ്യഭാഗത്തായി ആർച്ച് ബീമുകൾ നിർമ്മിച്ചു. നീളമേറിയ സ്പാനുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതിനാലാണ് ആർച്ച് ബീമുകൾ ഉപയോഗിച്ച് ബലപ്പെടുത്തിയത്. ആകെ 30 സ്പാനുകളാണ് പാലത്തിനുള്ളത്. പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയുണ്ടാകും. ആർച്ച് ബീം വരുന്നിടത്ത് 12 മീറ്ററാണ് വീതി. 100 കോടിയാണ് ആ പാലത്തിന്റെ വർക്കിന് വേണ്ടി മാറ്റിവെച്ചത്.
കേവലം ഇത്രയും മാത്രമുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ്, നമ്മുടെ പട്ടണത്തോട് ചേർത്ത് പിടിക്കുകയാണ്, എല്ലാവരോടും ചേർക്കുകയാണ് അവർ. ആ ഒരു വികസന പ്രവർത്തനം ഈ 2024 പൂർത്തീകരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ പാലത്തിൻ്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാവരുടെയും വിശ്വാസം അർപ്പിച്ച് ജനങ്ങൾക്ക് ആ വിശ്വാസം നമ്മൾ തിരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസം പൂർത്തിയാക്കുവാനുള്ള എല്ലാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ 2024 വലിയൊരു വർഷമായിട്ട് നമുക്ക് മാറും. നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം വികസന രേഖയിലേക്ക് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ആലപ്പുഴ ന്യൂസ് 8 വേണ്ടി ദലീമ ജോജോ MLA. ദലീമ ജോജോ MLA കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പാട്ട് നമ്മൾ ആഗ്രഹിക്കും അല്ലേ? നമ്മൾ അവരുടെ ഒരു വലിയ ആരാധിക എന്ന നിലയിലും നമ്മളെപ്പോഴും ഒരു പാട്ട് പ്രതീക്ഷിക്കും. അപ്പം ആ പെരുമ്പളത്തെ പാലം എന്തായാലും യാഥാർത്ഥ്യമാകുന്നതോടെ അവിടെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷമായിരിക്കും. അവർക്ക് ഇനിയിപ്പോൾ വള്ളത്തിലൂടെ ഒന്നുമുള്ള യാത്ര വേണ്ടല്ലോ, ആ പാലം പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പശുക്കളെ നൽകി. വാടാനംകുറിശ്ശിയിൽ നടന്ന വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് TP രജീഷ് നിർവഹിച്ചു. ക്ഷീരസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 11 ക്ഷീര കർഷകർക്കും 6,60,60,000 രൂപയ്ക്കാണ് പശുക്കളെ നൽകിയത്. ഇതിൽ 50% സബ്സിഡി പഞ്ചായത്ത് നൽകും. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ക്ഷീര സംഘം ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിലെ ക്ഷീരസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി പഞ്ചായത്ത് ഭരണസമിതി ഇതോടൊപ്പം ലക്ഷ്യമിടുന്നുണ്ട്. ഇതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ 3 ക്ഷീര സംഘങ്ങൾ മുഖേന പശുക്കളെ റിവോൾവിംഗ് ഫണ്ട് എന്നുള്ള രൂപത്തിൽ നൽകുന്ന ഒരു സംവിധാനവും ഏതാനും ദിവസങ്ങൾക്കകം നടപ്പിലാക്കാൻ പോവുകയാണ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റു കർഷകരെ പോലെ തന്നെ ക്ഷീര കർഷകരും സ്വയം പര്യാപ്തമാവുക, പഞ്ചായത്തിലുള്ള ക്ഷീരസമ്പത്ത് നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇനിയും നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നത്. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് ഉദ്ഘാടനവും ഗോത്ര സംസ്കാര കലാപ്രദർശനവും സംഘടിപ്പിച്ചു. പ്രശസ്ത മുടിയേറ്റ് കലാകാരൻ കീഴില ഉണ്ണികൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക സാംസ്കാരിക മൂല്യങ്ങളെ സംരക്ഷിക്കുക, പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി സർക്കാർ സ്കൂളിൽ ഫോക്ലോർ ക്ലബ്ബ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതുവഴി കുട്ടികളുടെ അറിവും ഗവേഷണ അഭിരുചിയും വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ക്ലബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. കൊച്ചുകുട്ടികൾക്ക് ഫോക്ലോർ ക്ലബ്ബായാലും അല്ലെങ്കിൽ ഏത് ക്ലബ്ബായാലും ഉദ്ഘാടനം അവർക്ക് എപ്പോഴും പ്ലാവില കുമ്പിളിൽ പൂഴിച്ചോറെന്നല്ല പാലിലും പ്രീതിതമായിരുന്നു. അതായത് അവർക്ക് പാല് കൊടുക്കുന്നതിൽ നല്ലത് മണ്ണ് വാരി കളിച്ചോളാൻ പറയുന്നതാണ്. അപ്പോൾ ഏത് ക്ലബിൻ്റെ ഉദ്ഘാടനമായാലും അവർക്ക് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ ഏതായാലും ഇത്രയും കുട്ടികൾ നിശബ്ദരായിരിക്കുന്നത് വളരെ ഒരു അതിശയമാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു നല്ല കാഴ്ചയിലേക്കാണ്. സ്കൂൾ മുറ്റത്ത് വേരാഴ്ത്തിയ പയസ്വിനി പൂവിട്ടിരിക്കുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് അടുക്കത്ത് ബയൽ സ്കൂൾ മുറ്റത്തേക്ക് മാറ്റി നട്ട മാവാണ് പൂവിട്ടത്. ഇനി കണ്ണിമാങ്ങയ്ക്കും തേൻ മധുരത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ കുട്ടികൾ. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വർഷങ്ങൾക്ക് മുൻപ് കവയത്രി സുഗതകുമാരി നട്ട മാവാണിത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അന്ന് മാവിൻ തൈ നട്ടത്. സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും. ദേശീയപാതാ വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചുമാറ്റിയപ്പോൾ പയസ്വിനി മാറ്റിനട്ട് സംരക്ഷിക്കാൻ ആവശ്യമുയർന്നു. കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി. കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്തതോടെ 16 വർഷം പ്രായമായ മാവ് 2022 ജൂൺ 15 ദേശീയപാതയരികിൽ നിന്നും അടുക്കത്ത് ബയൽ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത്. ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പാലിച്ച് മാവിന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് തടസ്സമാകാതെ വളരെ ശ്രദ്ധയോടെയാണ് സ്കൂളിലേക്ക് മാറ്റിയത്. നേരത്തെ പൂത്ത മാവ് മറ്റൊരിടത്തേക്ക് മാറ്റി നടുമ്പോൾ വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെ അസ്ഥാനത്താക്കിയാണ് പയസ്വിനി വളർന്നത്. കഴിഞ്ഞ വേനലിലാണ് തളിരണിഞ്ഞത്. ഏകദേശം 1.5 വർഷമായി നമ്മുടെ സ്കൂളിൽ പയസ്വിനി മരം നട്ടിട്ട്. ഇത്രയും വലിയൊരു കവയത്രിയുടെ പേരിലുള്ള മരം നമ്മുടെ സ്കൂളിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മൾ അതിനെ ഒരുപാട് പരിചരിച്ചു, കുട്ടികളെല്ലാവരും പരിചരിച്ചു. അധ്യാപകരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു.
ഇപ്പം അത് പൂത്തിട്ടുണ്ട്. പൂത്തതിൽ നല്ലോണം സന്തോഷമുണ്ട്. മരണവഴിയിൽ നിന്നും ജീവിത പച്ചപ്പിലേക്ക് മടങ്ങിയെത്തിയ പയസ്വിനി പൂവിട്ടതോടെ സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികളും, ഒപ്പം പരിസ്ഥിതി സ്നേഹികളും. ഇനി കാത്തിരിപ്പ് പയസ്വിനിയിലെ കണ്ണിമാങ്ങയ്ക്ക് വേണ്ടിയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിൽ ബൗദ്ധിക സ്വത്തവകാശം സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മലപ്പുറം പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച താഴത്തേതിൽ പടി പറമ്പൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നവീകരണം. പാലാ നഗരസഭയിൽ കുടുംബശ്രീ മിഷന്റെ കീഴിൽ നഗര ഉപജീവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗമായ ഗോപിക വിനായകനാണ് സെന്ററിന്റെ ചുമതല. എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ഈ കേന്ദ്രം വഴി ലഭ്യമാകും. സായാഹ്നങ്ങളിൽ സംഗമിക്കാൻ വയനാട് കൊമ്മയാട് വേലൂക്കര പട്ടികവർഗ ഊരിൽ കൾച്ചറൽ ഹബ് കേന്ദ്ര നിലയം യാഥാർത്ഥ്യമായി. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച കൾച്ചറൽ ഹബ് കേന്ദ്രത്തിന്റെ സമർപ്പണം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി നിർവഹിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ മീനങ്ങാടി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ജാതിരെ ജൈവ വൈവിധ്യ പ്രദർശന വിപണന മേളയുടെയും കാലാവസ്ഥാ ഉച്ചകോടിയുടെയും പന്തൽ കാൽനാട്ട് കർമ്മം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു. കൊല്ലം കൊട്ടാരക്കര നഗരസഭാ പരിധിയിൽ വരുന്ന കേര കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൃഷിവകുപ്പിന്റെ കേര സംരക്ഷണ പദ്ധതി പ്രകാരം രാസകീട കുമിൾനാശിനി തളിച്ചു നൽകുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചത്. ഫെബ്രുവരി 23-നകം അപേക്ഷ നൽകണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. പാലക്കാട് തരൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന വനിതകൾക്ക് അപേക്ഷിക്കാം. വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 18 മുതൽ 46 വരെ പ്രായമുള്ളവരും SSLC ജയിച്ചവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷം വരെ ഇളവുണ്ട്. അപേക്ഷകൾ ഫെബ്രുവരി 24-ന് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. 15ഓളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് അവസരം. കുന്നത്തൂർ നാട് പ്രയാഗ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ആൻഡ് ട്രെയിനിംഗ് ക്യാമ്പസിലാണ് പരിപാടി. ഗുരുവായൂർ ജനകീയ ആസൂത്രണം 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴങ്ങ് വിള കിറ്റ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കിഴങ്ങ് വിളകളുടെ കൃഷി വ്യാപകമാക്കുന്നതിനായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി സുസ്ഥിരം 2024 നേട്ടങ്ങളുടെ പ്രഖ്യാപനവും ശില്പശാലയും നാളെ രാവിലെ 10-ന് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ വാവനൂരിലാണ് പരിപാടി. ഗുരുവായൂർ നഗരസഭയിൽ നമസ്തേ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗിലും സെപ്റ്റിക് ടാങ്കർ വാഹനത്തിൽ ജോലി ചെയ്യുന്നവരുമായ വ്യക്തികളുടെ വിവരശേഖരണത്തിനാണ് ക്യാമ്പയിൻ. രജിസ്ട്രേഷൻ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. ആറ്റിങ്ങൽ ദ്വാരക ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കുന്ന കരിയർ കാർണിവലിൽ SSLC മുതൽ മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ നാളെ രാവിലെ 9 മണിക്ക് ബയോഡാറ്റയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണം. സംസ്ഥാനത്ത് ആദ്യമായി എയ്ഡഡ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം ഒരുക്കി കൊല്ലം ഇളമാട് ഗ്രാമപഞ്ചായത്ത്. കൊട്ടാരക്കര വാളിയോട് SRV UP സ്കൂളിലായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം.
ഈളമാട് ഗ്രാമപഞ്ചായത്തിലെ 6 എയ്ഡഡ് സ്കൂളുകളിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണം ഒരുക്കുന്നത്. പഞ്ചായത്ത് പരിധിയിലുള്ള 6 LP UP സ്കൂളുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സി ചിഞ്ചുറാണി നിർവഹിച്ചു. ആഹാരം കഴിക്കാതെ തലകറക്കം വീഴുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കറിയാം പല കുട്ടികൾക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുമ്പോൾ എയ്ഡഡ് മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് അതില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് പലപ്പോഴും കാണുന്നത്. തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുവാൻ ഇത്തരത്തിലൊരു നല്ല പ്രോജക്റ്റിന് രൂപം കൊടുത്ത ഇളമാട് ഗ്രാമപഞ്ചായത്തിനെ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം കേരളത്തിൽ നമ്മുടെ എയ്ഡഡ് മേഖലയിൽ ഇല്ല എന്ന് പറയണ്ട, നമ്മുടെ മണ്ഡലത്തിൽ തന്നെ കുമ്മിൾ ഉള്ള ഒരു ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആശുപത്രിക്കാർ ഇതിനു വേണ്ടി അവർ വന്നിട്ടുണ്ട്. അതെല്ലാം അവിടെ നമ്മൾ നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് പല സ്കൂളുകളിലുണ്ട്. 6 സ്കൂളുകളിലായി 674 കുട്ടികളാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. ഓരോ ദിവസവും കുട്ടികൾക്ക് നൽകാനുള്ള പ്രഭാത ഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കി HMന് നൽകിയിട്ടുണ്ട്. 2023-24 വർഷത്തിലേക്ക് 5 ലക്ഷം രൂപയും 24-25 വർഷത്തേക്ക് 10 ലക്ഷം രൂപയുമാണ് DPCയിൽ നിന്നും അംഗീകാരം നേടി അനുവദിച്ചിട്ടുള്ളത്. എയ്ഡഡ് സ്കൂളുകളിൽ ആദ്യമായി പ്രഭാത ഭക്ഷണം ഒരുക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. ചോർന്നൊലിച്ച് നാശത്തിന്റെ വക്കിലായിരുന്ന കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക ക്ലാസിക്കൽ കലാ മ്യൂസിയം നവീകരിക്കുകയാണ്. അതിന്റെ നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു. പുരാവസ്തു വകുപ്പിന്റെ 33,64,000 ചെലവഴിച്ചാണ് നവീകരണം. ചോർന്നൊലിച്ചിരുന്ന ക്ലാസിക്കൽ കലാ മ്യൂസിയത്തിലായിരുന്നു പൈതൃക കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മ്യൂസിയം നവീകരിക്കാൻ തുക അനുവദിച്ചിരുന്നു. പുരാവസ്തു വകുപ്പും ദേവസ്വം ബോർഡുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലായത്. കാലപ്പഴക്കം ചെന്ന കൊട്ടാരത്തിന്റെ മേൽക്കുര ചോർന്നൊലിക്കുന്നതിനാൽ പഴമയുടെ കാഴ്ചവസ്തുക്കളെല്ലാം നശിച്ചു. തർക്കങ്ങൾക്ക് പരിഹാരമായതോടെയാണ് നവീകരണം തുടങ്ങിയത്. സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 33,60,000 രൂപ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ, അതായത് ദേവസ്വം ബോർഡുമായിട്ടുള്ള ചില ഇഷ്യൂ പ്രകാരം നമുക്ക് പണി കുറച്ച് നീണ്ടുപോയി. എങ്കിലും ദേവസ്വം ബോർഡുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് പണി തുടങ്ങാനുള്ള അനുവാദം ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുകയും പുതിയ എഗ്രിമെന്റും പ്രകാരം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. കഥകളി മ്യൂസിയം 1 രൂപ വാടക ഇനത്തിൽ 2011 തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് മാറ്റി പ്രവർത്തനം തുടങ്ങിയത്. ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭ്യമാക്കാതെയാണ് മ്യൂസിയം വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്നതെന്നും പരാതി ഉയർന്നിരുന്നു. ഓടുകൾ ഇളക്കി പുതിയത് സ്ഥാപിച്ചും പുതിയ തടികൾ ഉപയോഗിച്ച് തന്നെ പഴമ നിലനിർത്തി നവീകരിക്കാനാണ് ലക്ഷ്യം. ഈ പരിചയസമ്പന്നരായ നമുക്ക് ജോലിക്കാരുണ്ട്, അവർ തന്നെയാണ് ഇതെല്ലാം പണിയുന്നത്. നമ്മളെ മിക്കവാറും കൊട്ടാരങ്ങളും കോവിലുകളൊക്കെ നമ്മൾ പണിയുന്നത് ഈ മോശമായിട്ടുള്ള തടികളെല്ലാം മാറ്റിയിട്ട് നല്ല ആഞ്ഞിൽ തടിയിൽ, വെള്ളമൊന്നുമില്ലാതെ നല്ല ആഞ്ഞിൽ തടിയിൽ അതിൽ പുറത്ത് അണ്ടിക്കറ അടിച്ച് അങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്. കൊട്ടാരം ദേവസ്വം ബോർഡിന്റേതാണെന്നും പൊതുമുതലാണെന്നുമുള്ള അവകാശ തർക്കം നിലനിന്നതിനാലാണ് നവീകരണം വൈകിയത്. ഗണപതി ക്ഷേത്രത്തിന് സമീപമായി പ്രവർത്തിക്കുന്ന പൈതൃക കേന്ദ്രത്തിന്റെ രാജവീതികൾ സംരക്ഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വീരകേരളവർമ്മയുടെ പേരുള്ള മ്യൂസിയം നവീകരിക്കുന്നതോടെ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊട്ടാരക്കര. സകലമാന കേരളമയുടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. വൈകുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്ന്. സുപ്രീം കോടതി